എല്ലാവർക്കും നമസ്കാരം. ശ്രീ സുരേഷ് മുതുകുളം രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നെൽകൃഷി സമഗ്ര കൈപ്പുസ്തകം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ എം ആണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും ജോയിൻറ്റ് ഡയറക്ടറുമായിട്ടുള്ള ആശ എസ് കുമാറാണ്. ശ്രീമതി ആശ എസ് കുമാറെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് സർക്കാർ വനിതാ കോളേജിൻ്റെ ബോട്ടണി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഗായത്രി GP ആണ്. ഡോക്ടർ ഗായത്രി ടീച്ചറിനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ നന്ദി അർപ്പിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഡിറ്റോറിയൽ അസിസ്റ്റൻ്റായിട്ടുള്ള മനേഷ് P ആണ്. മനേഷ് Pയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായിട്ടുള്ള ശ്രീ സുരേഷ് മുതുകുളമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഏറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ വായനക്കാരെയും പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തുന്നതിന് മുമ്പ് പഠിക്കുന്ന കാലത്ത് ചില പുസ്തകങ്ങളൊക്കെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇതൊക്കെ എന്തിനാ? വാഴക്കൃഷി, പിന്നെ വെള്ളം, നിഘണ്ടു വിജ്ഞാനം. ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി സമയത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 20 രൂപ ഒരു മാസം അടച്ചാൽ അങ്ങനെ 20 × 20 400 രൂപയുടെ പുസ്തകം ആദ്യം തരും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ. അങ്ങനെ എൻ്റെ ഒരു കുടുംബത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഈ പുസ്തകമൊക്കെ വാങ്ങാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുസ്തകം നോക്കാൻ പോയത്. അപ്പോൾ കാണുന്ന പുസ്തകങ്ങളൊക്കെ വെള്ളം. അപ്പോൾ ഞാൻ വിചാരിക്കും എന്ത് വെള്ളം? പിന്നെയാണ് മനസ്സിലായത്, കുറേം കൂടി അങ്ങ് എത്തിയപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ദൗത്യം ശരിക്കും മറ്റാരും പ്രസിദ്ധീകരിക്കാത്ത എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന, ജനങ്ങളിലേക്ക് വിജ്ഞാനം എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രസാധക സംഘമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ്. ചില പ്രഭാഷണങ്ങൾക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് എവിടെയും ഡാറ്റ കിട്ടിയിട്ടില്ലെങ്കിൽ നിഘണ്ടു വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞ വിഷയം കാണുമ്പോൾ ഒന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ മതി, അവിടെ ആ ഡാറ്റ ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് കാർഷിക പുസ്തകങ്ങളും നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യ പങ്കാളി സുരേഷ് മുതുകുളം എന്ന് പറയും. കാരണം ഒരുപാട് പുസ്തകങ്ങൾ സുരേഷ് മുതുകുളത്തിൻ്റെ വകയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് സമയമേ ഉള്ളൂ. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് ജോയിൻറ്റ് ഡയറക്ടർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ആശ എസ് കുമാറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹപ്രവർത്തകയായിരുന്ന വിമൻസ് കോളേജിലെ അധ്യാപിക ഡോക്ടർ ഗായത്രി GPയെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ സത്യൻ, ഡയറക്ടർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, വേദിയിലെത്തിയിരിക്കുന്ന പ്രമുഖരെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രമുഖരെ, ഞാനിന്നിവിടെ ഈ വേദിയിലെത്തിയിരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന വ്യക്തിയാണ്. ഈ പുസ്തകത്തിൻ്റെ രചയിതാവെന്ന് പറയുന്നത് എൻ്റെ ഗുരുതുല്യനായ ഒരു മേലുദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കൃഷി വകുപ്പിലെ കൃഷിയോടനുബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക പുസ്തകങ്ങളുടെയും രചയിതാവ് മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ സുരേഷ് മുതുകുളത്തിൻ്റേതാണ്. ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെട്ട ഈ നെൽകൃഷി ഒരു കൈപ്പുസ്തകം എന്ന പുസ്തകം കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും നല്ല ഒരു റഫറൽ ഗ്രന്ഥമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ രചയിതാവിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.
പുസ്തകം സ്വീകരിച്ച ഡോക്ടർ ഗായത്രി GP നമ്മോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട സത്യൻ മാഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രശസ്ത ശാസ്ത്ര സാഹിത്യകാരനും കാർഷിക ഗവേഷകനുമായ ശ്രീ സുരേഷ് മുതുകുളം സർ എഴുതിയ നെൽകൃഷി സമഗ്ര കൈപ്പുസ്തകം എന്ന ഈ ഗ്രന്ഥത്തിൽ നെൽകൃഷി, നമ്മുടെ കേരളത്തിൻ്റെ തനത് നെൽകൃഷി രീതികളെയും പലതരം നെല്ലിനങ്ങളെയും എല്ലാം കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ, മണ്ണ്, ഭൂഘടന ഇതെല്ലാം നെൽകൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ നെൽകൃഷിയിൽ ശരിക്കും സ്വയം പര്യാപ്തരായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെ അല്ല. 50% നെല്ലരി നമ്മൾ അന്യ സംസ്ഥാനം, നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയാണ് വരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പോലെയുള്ള പലതരം പുരാതന കാലം മുതൽ ഉള്ള ഇപ്പോൾ എത്തി നിൽക്കുന്ന പലതരം രീതിയിലുള്ള നെൽകൃഷി രീതികൾ, പലതരത്തിലുള്ള നെല്ലിനങ്ങൾ, നെല്ലിൻ്റെ ഔഷധമേന്മകൾ, നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയും പ്രസക്തമായ ഈ ഗ്രന്ഥം രചിച്ച രചയിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഈ പുസ്തകം വായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് സാധാരണ രീതിയിൽ പുസ്തകം എഴുതിയ ആൾ എല്ലാവർക്കും നന്ദി എന്ന ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാറാണ് പതിവ്. കാരണം സമയം കിട്ടാറില്ല. ഇന്ന് പക്ഷേ നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്ത ആളുകളൊക്കെ തന്നെ ഈ 25 മിനിറ്റിലേക്ക് നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് ആ ചടങ്ങ് മാത്രമായിട്ട് നിർവഹിച്ച് പോകാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് സുരേഷ് സാറിന് തൻ്റെ പുസ്തകത്തെക്കുറിച്ചും ഒരുപക്ഷെ കാർഷിക മേഖലയിലെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് സുരേഷ് സാറ്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. പ്രിയമുള്ളവർ, എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ചടങ്ങാണിത്. കാരണം ഞാൻ ജോലി ചെയ്തിരുന്നൊരു സ്ഥാപനമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ചെറുപ്പകാലത്ത്. പിന്നെ സത്യമാഷ് പറഞ്ഞതുപോലെ കുറച്ചധികം പുസ്തകങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എഴുതുകയും എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് കൃഷിമന്ത്രി ആണെങ്കിൽ പോലും അത് പ്രകാശനം ചെയ്തത് എൻ്റെ സഹപ്രവർത്തകയായിരുന്ന എത്രയും പ്രിയപ്പെട്ട ശ്രീമതി ആശയാണെന്നുള്ളത് അത് വളരെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. കാര്യം സത്യമാഷ് ആദ്യം സൂചിപ്പിച്ചു, എന്തിനാണ് ഈ കൃഷി ചെയ്യുന്നതിന് പകരം കൃഷി പുസ്തകങ്ങൾ എന്തിനാണ്? കൃഷി ചെയ്യാനുള്ളതാണല്ലോ, പുസ്തകങ്ങൾ വഴി വായിച്ച് അറിയാനുള്ളതല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ സാധാരണ പറയുന്നൊരു മറുപടിയുണ്ട്. ഉഴുത് നേടുന്നത് ഉത്തമം, എഴുതി നേടുന്നത് അത്യുത്തമം എന്നാണ്. അത് ഈ കൃഷി എഴുത്തിൻ്റെ കാര്യത്തിലാണ്. പിന്നെ മാഷ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മറ്റാരും പ്രസിദ്ധീകരിക്കാത്ത പുസ്തകങ്ങളാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഈ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾക്ക് നിലവാരമില്ലാത്തതുകൊണ്ടല്ല മറ്റാരും പ്രസിദ്ധീകരിക്കാത്തത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണത് കാണിക്കുന്നത്. കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രൂപീകരണ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ, അല്ലെങ്കിൽ പരമപ്രധാനമായത് ശാസ്ത്രം എത്രയും ലളിതമായ ഭാഷയിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള മഹത്തായ ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ശാസ്ത്ര വിഷയങ്ങളിലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നെല്ല്, തെങ്ങ് തുടങ്ങിയ നമ്മുടെ പൈതൃക വിളകളെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഈ 2 പൈതൃക വിളകളെക്കുറിച്ച് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ ഇപ്പോൾ വേറെ ആരും പുസ്തകം പ്രസിദ്ധീകരിക്കത്തില്ല. കാര്യം അവർക്കിപ്പോൾ വേറെ ഒരുപാട്, കൃഷിയിൽ തന്നെ ഒരുപാട് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്ന മേഖലയാണ് കൃഷി. പുതിയ പുതിയ പഴവർഗ്ഗ ചെടികൾ, എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വിദേശ പഴവർഗ്ഗങ്ങൾ, പുതിയ പുതിയ പൂച്ചെടികൾ, പുതിയ കൃഷിരീതികൾ, മണ്ണില്ലാ കൃഷി, ഇങ്ങനെ ഒരുപാട് കൗതുകകരമായ വിഷയങ്ങൾ കൃഷിയിലുണ്ട്. എങ്കിൽ പോലും നെൽകൃഷിയെയും തെങ്ങ് കൃഷിയെയും കുറിച്ച് പ്രസിദ്ധീകരിക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ തൻ്റെ ഇടം കാണിക്കൂ എന്നുള്ളതാണ് സത്യം. കാരണം അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപിത ലക്ഷ്യവും അത് തന്നെയാണ്. പിന്നെ എന്തിനാണ് നെൽകൃഷിയെക്കുറിച്ചൊരു പുസ്തകം എന്ന് ചോദിച്ചാൽ അതിലൊരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ വർദ്ധിച്ചു പറഞ്ഞ ജനസാന്ദ്രതയ്ക്കനുസരിച്ച് നമ്മൾ പാടം മുഴുവൻ നികത്തി വീട് വെച്ചു. അതുകൊണ്ട് തന്നെ തണ്ണീർത്തട നിയമം, നെൽത്തട നികത്തുന്നതിനെതിരെ ഒരു നിയമം,
ഇങ്ങനെ സങ്കുചിതമാണ് നെൽകൃഷി മേഖല എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒരു 2 ദശാബ്ദം മുമ്പ് ഡെപ്യൂട്ടി ചെയർമാൻ ഒരു പ്ലാനിംഗ് കമ്മീഷൻ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നിട്ട് ചോദിച്ചു, ഈ ചെറുകിട നാമമാത്ര കർഷകർക്ക് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി നെൽകൃഷി ചെയ്യുന്നത്? ഇതിൽ നിന്ന് കാര്യമായിട്ട് ലാഭവും കാര്യമൊന്നുമില്ല, വെറുതെ ഇപ്പോൾ പോരെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, ഞാറ് നടേണ്ട സമയത്ത് വെള്ളപ്പൊക്കം, അല്ലാത്തപ്പോൾ വരൾച്ച, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും? കർഷകൻ്റെ മകനെ ഒരിക്കലും കർഷകനാക്കണം എന്ന് ആഗ്രഹിക്കാതിൻ്റെ ഒരു പ്രധാന കാരണം ഈ നെൽകൃഷിയിലെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതാണോ? നമ്മുടെ സംസ്കാരം മുഴുവൻ രൂപം കൊണ്ടിരിക്കുന്ന നെൽപ്പാടങ്ങളിലാണ്. നമ്മൾ കൊയ്ത്തുപാട്ട് പഠിച്ചതും ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യാൻ പഠിച്ചതും പരസ്പരം സഹകരിക്കാൻ പഠിച്ചതും ഒക്കെ ഈ നല്ല പാഠങ്ങളെല്ലാം അഭ്യസിപ്പിച്ചത് ഈ സമൂഹത്തെ നെൽപ്പാടങ്ങളാണ്, പാടശേഖരങ്ങളാണ്. ഇതെല്ലാം മറന്നിട്ട് നമ്മൾ നെൽപ്പാടങ്ങൾ നികത്തി. അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതാവത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഈ ഡെപ്യൂട്ടി ചെയർമാൻ വന്ന് ചോദിച്ചത്, നിങ്ങൾക്ക് കുറച്ച് IT പാർക്കുകളും ടൂറിസ്റ്റ് ഹബ്ബുകളും ഒക്കെ ഉണ്ടാക്കിയാൽ പോരെ? നെൽകൃഷി ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, ഇപ്പോൾ കർണാടകവും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ നമുക്ക് അരി ഇറക്കുമെന്ന് ചെയ്യാമല്ലോ. പക്ഷേ അതിന് ഈ സ്വാമിനാഥൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭ ശാസ്ത്രജ്ഞർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതിച്ചിരി കണക്കുള്ളതായിട്ട് ഞാനൊരു തുണി ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ബാക്കി എല്ലാം ചെയ്തോട്ടെ, ഈ നെൽപ്പാടങ്ങളെന്ന് പറയുന്നത് സ്ഥായിയായ തണ്ണീർത്തടങ്ങളാണ്. ഈ തണ്ണീർത്തടങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വലിയ പാരിസ്ഥിതിക സംരക്ഷണമുണ്ട്. അത് തന്നെ ഒരു കണക്കാണ്. അതിൻ്റെ മോണിറ്ററി വാല്യൂ എന്നാണ് പറയുന്നത്. അതായത് സാമ്പത്തിക മേന്മ അല്ലെങ്കിൽ സാമ്പത്തിക മൂല്യം എന്താണ്? 2 തരം തണ്ണീർത്തടങ്ങളാണ്. ഉൾനാടൻ തണ്ണീർത്തടങ്ങളും ഉണ്ട്, തീരദേശ തണ്ണീർത്തടങ്ങളും ഉണ്ട്. ഈ 2 വിഭാഗത്തിൽ നെൽപ്പാടങ്ങൾ 2ലും വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ നോക്കിയാൽ ഈ തണ്ണീർത്തടങ്ങൾ നമുക്ക് ചെയ്യുന്ന വിവിധ സേവനങ്ങൾ വഴി നമ്മുടെ അതിൻ്റെ ഒരു സാമ്പത്തിക മൂല്യം എന്ന് പറയുന്നത്, തീരദേശ തണ്ണീർത്തടങ്ങൾ 1 ഹെക്ടറിന് 107 ലക്ഷം രൂപയുടെ സാമ്പത്തിക മേന്മയാണ് നമുക്ക് തരുന്നതെങ്കിൽ ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ 22 ലക്ഷം രൂപ പെർ ഹെക്ടർ ഉള്ള സാമ്പത്തിക മേന്മയുള്ള ഉൽപ്പന്നങ്ങളായിട്ടും സേവനങ്ങളായിട്ടും നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെ തണ്ണീർത്തടങ്ങൾ 1.23 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് കേരളത്തിന് ഉണ്ടാക്കി തരുന്നത്. ഇതൊക്കെ നെൽപ്പാടം നിലനിർത്തണമെന്ന് പറയുന്നത് ഗീവ് എ റൂം ഫോർ റിവേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഒഴുകി വരുന്ന നദികളുടെ മുമ്പിൽ നെഞ്ചത്തലച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സ്ഥലം കൊടുക്കൂ. ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നെൽപ്പാടങ്ങളാണ്. ആ നെൽപ്പാടങ്ങൾ മുഴുവൻ നികത്തിയിട്ട് നമ്മൾ ദുഃഖിച്ച് താടിക്ക് കൈയും കൊടുക്കുന്ന കാര്യമില്ല. പിന്നെ ഇപ്പോൾ പറയും നിങ്ങൾ 70കളിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തിയിരുന്നത്, ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്നത് എന്താണ്? കൃഷി വകുപ്പ് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ പറയുന്ന 2 ലക്ഷമോ 3 ലക്ഷമോ ഹെക്ടറെങ്കിലും നിങ്ങൾ നിലനിർത്തണമെന്നാണ്. എന്തിനാണ്? ഇനിയെങ്കിലും ഇത്രയെങ്കിലും ബുദ്ധിമുട്ട് കുറഞ്ഞ് ഇനി ജീവിക്കണമെങ്കിൽ ഇതെങ്കിലും നിലനിന്ന് പോകണം. അല്ലാതെ നമുക്ക് 40 ലക്ഷം ടൺ അരി വേണ്ട സ്ഥലത്ത് 4 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ എവിടുന്ന് ആഹാരം കഴിക്കും? അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അത് സംസ്ഥാനങ്ങൾ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ, ആ എക്സ്ചേഞ്ച് ഉണ്ട് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ കാര്യത്തിൽ. അത് നടന്നോട്ടെ. പക്ഷേ നമ്മുടെ പരിസ്ഥിതി ഈ അവസ്ഥയിലെങ്കിലും നിലനിർത്തി പോരണമെങ്കിൽ ഈ നെൽപ്പാടങ്ങൾ നിലനിന്നേ തീരൂ. ആ ഒരു സന്ദേശം ഇത് വായനക്കാരിലും കൃഷി സ്നേഹികളിലും എത്തിക്കുവാൻ തീർച്ചയായിട്ടും ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു വലിയ സേവനത്തിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. എൻ്റെ പുസ്തകങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും അത് വളരെ പൂർവ്വകാല ഭംഗിയോടെ നടക്കുന്നു എന്നുള്ള സത്യൻ മാഷിനെയും എൻ്റെ നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഗംഗയും ഒക്കെ പിന്നെ ഇവിടെ കൂടി എല്ലാവരെയും ഇത് ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി രേഖപ്പെടുത്തുന്നത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റ് മനീഷ് പി ആണ്. മനീഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും അറിവുകളും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. കേരളത്തിൽ നെൽകൃഷി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നെൽകൃഷിയെക്കുറിച്ചുള്ളൊരു സമഗ്ര പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ പ്രയോജനകരമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ശ്രീ ആശ എസ് കുമാറാണ്. പുസ്തകം സ്വീകരിച്ചത് ഡോക്ടർ ഗായത്രി GP. ഈ പുസ്തക പ്രകാശനത്തിന് അധ്യക്ഷനായിരുന്നത് ഡോക്ടർ M. സത്യൻ. സ്വാഗതം പറഞ്ഞ
ഡോക്ടർ ഗംഗ ടി, ഗ്രന്ഥകാരൻ സുരേഷ് മുതുകുളം, ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത നല്ലവരായ എല്ലാ ആളുകൾക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവനക്കാർക്കും ഈ പുസ്തക ഉത്സവത്തിൻ്റെ സംഘാടകർക്കുമെല്ലാം ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു, നിർത്തുന്നു.